ഹായ് ഓൾ, വെൽക്കം ടു മൈൻഡ് എഫ് എക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസ് തൊട്ട് പെട്ടെന്ന് പോയി നോക്കാം. അതിനു മുന്നേ ഇന്നെന്താണ് മാർക്കറ്റിൽ നടന്നത്, എന്തൊക്കെയായിരുന്നു മാർക്കറ്റിലെ ഇന്നത്തെ ബിഹേവിയർ, എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ സ്റ്റക്കായി നിൽക്കാനുള്ള കാരണം, ഇത് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് നാളത്തെ എന്തായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റിംഗ് മൂവ്മെൻറ്റ് അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ട്രേഡ്സ് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ട്രേഡ് നമ്മൾ റിലയൻസിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. റിലയൻസിൽ ഞാൻ സ്റ്റോപ്പ് ലോസിന് മുന്നേ തന്നെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് മാർക്കറ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ്, ഒരു സൈഡ് വേസിൽ പോകുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഏരിയയിലോട്ട് പോകുന്ന എനിക്ക് ഫീൽ ചെയ്തപ്പം ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വാസ് ലൂസ് ട്രേഡ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരുന്നു. ബട്ട് നമ്മുടെ സെക്കൻഡ് ട്രേഡ് നമുക്ക് ഒരു ബോട്ടം ഫിഷിംഗ് ആയിരുന്നു. നമ്മൾ ഈ ട്രേഡിൻ്റെ ബോട്ടം തന്നെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫുൾ മൂവ്മെൻറ്റ്, ഈ ഒരു ഫുൾ മൂവ്മെൻറ്റ് 790 ഏകദേശം ഐ തിങ്ക് ഇവിടെ മുതൽ ഒരു 101 പോയിൻറ്റ്സ് സൂപ്പർ മൂവ്, ഒരു 101 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് HIL നമ്മളിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്സ്. അതിന് നമ്മുടെ സ്വിംഗ് ട്രേഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് വീക്കിൽ കൊടുത്തിരുന്ന DCX നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ ഗ്ലൈക്കോൾ ആയിരുന്നു. ഇന്ത്യ ഗ്ലൈക്കോൾ ഇന്ത്യ ഗ്ലൈക്കോൾ നമ്മൾ 1020 ബൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1146 ഏകദേശം അത് ഒരു 100+ പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി പോയിൻ്റിൽ നിന്ന് ഏകദേശം ഒരു 122 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ 2-3 ഡേയ്സിൽ ഈ ഏരിയയിലായിരുന്നു. 5th മെയ് ഓക്കെ, ഈ റേഞ്ചിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 11.97% ആണ് നമുക്ക് റിട്ടേൺ തന്നത് ഒരു വെറും 1 വീക്കിൽ. ഓക്കെ, ഒരു ഹ്യൂജ് മൊമെൻറ്റ് തന്നെയായിരുന്നു. ഏകദേശം 122 പോയിൻറ്റ്സ് അതിൽ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീക്കിലെ സ്വിംഗ് ട്രേഡ്സ്. സോ ദിസ് വീക്കിലെ സ്വിംഗ് ട്രേഡ്സ് റണ്ണിങ്ങിലാണ്. ഞാൻ നമ്മുടെ എസ്കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് പോളി മെഡിക്യൂർ കൊടുത്തിട്ടുണ്ട്. പോളി മെഡിക്യൂർ കൊടുത്തിട്ടുണ്ട്. ഇതും റണ്ണിങ്ങിലാണ്. ഇന്നത്തെ പ്രോഫിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു 6% അപ്പായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന്. ഓക്കെ, നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് 6% അപ്പായിരുന്നു. നമ്മൾ ഇന്നലെ ഇവിടെ നിന്നായിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോളി മെഡിക്യൂർ ഓക്കെ, ഒരു 1% അപ്പായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന്. നമ്മൾ ഏകദേശം ഇന്നലത്തെ ഹൈയിൽ നിന്നായിരുന്നു എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 24 പോയിൻറ്റ്സ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാപ്പിൽ ദിസ് വൺ ഇതായിരുന്നു നമ്മുടെ മറ്റൊരു ക്യാപിറ്റൽ പോയിന്റ് ലബോറട്ടറീസ്. ഇതായിരുന്നു നമ്മുടെ മറ്റൊരു ട്രേഡ്. ഇതും ഏകദേശം 1.37 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്, 25 പോയിൻറ്റ്സ്. ഇത് രണ്ടുമായിരുന്നു ഇന്ന് നമ്മുടെ ട്രേഡ്സിൻ്റെ എൻട്രി. ഓക്കെ, ഈ എൻട്രികളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വരിക. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. സോ നമുക്ക് പെട്ടെന്ന് നിഫ്റ്റിയിൽ പോയിട്ട് നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിനെ നമ്മുടെ വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വീക്കിലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ലോങ് ട്രെൻഡ് ലൈൻ. ഈ ഒരു ലോങ് ട്രെൻഡ് ലൈൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പം ഡെയിലി എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ലോങ് ട്രെൻഡ് ലൈൻ താഴെ നിന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നിഫ്റ്റിയുടെ ആ ഒരു ഹ്യൂജ് ഫാൾ 25,000 കഴിഞ്ഞ് നിഫ്റ്റി താഴോട്ട് വീഴുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ഈ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടും ഈ ട്രെൻഡ് ലൈനും നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി താഴോട്ട് വീണിട്ടുള്ളത്. ഓക്കെ, സോ യു ക്യാൻ ഡ്രോ ദ ട്രെൻഡ് ലൈൻ നൗ. ബിക്കോസ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി വരുമ്പം ദിസ് ട്രെൻഡ് ലൈൻ ഈസ് ആക്ടിങ് ലൈക്ക് എ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബേസിക് പ്രൈസ് ആക്ഷൻ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം ഇവിടുന്ന് എന്തെങ്കിലും വരയ്ക്കാൻ കഴിയുമെന്ന്. ഓക്കെ, ഇതിന് മുകളിലാണ് നീങ്ങുന്നത്. സോ ഇതിന് മാറ്റിയിട്ടുണ്ട്. സോ ഈ ട്രെൻഡ് ലൈനാണ് നമുക്കിപ്പം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ ഡേയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് ഡേയുടെ മുകളിലാണ്, ജസ്റ്റ് മുകളിലാണ്, ആ ഒരു ഏരിയയിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. പ്രീവിയസ് ഡേയുടെ ഒരു ചെറിയ ഒരു 4 പോയിൻറ്റ് മാത്രമേ താഴോട്ട് വന്നിട്ടുള്ളൂ. അത് നിഫ്റ്റി ആയതുകൊണ്ട് അതൊരു വലിയ കാര്യമില്ല. സോ പ്രീവിയസ് ഡേയുടെ മുകളിലാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഡേ ഹൈ ഇതാണ്.
ഇതാണ് നമ്മുടെ പ്രീവിയസ് വീക്ക് ഹൈ. ദിസ് ഈസ് ദ പ്രീവിയസ് വീക്ക് ഹൈ. ഇതാണ് പ്രീവിയസ് വീക്ക് ലോ. പ്രീവിയസ് വീക്ക് ഹൈ ഇതാണ്, പ്രീവിയസ് വീക്ക് ലോ ഇതാണ്. ഓക്കെ, സോ പ്രീവിയസ് വീക്ക് ഹൈയുടെ അതും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെയും താഴെയാണ് നിഫ്റ്റി മുകളിൽ പോയെങ്കിലും തിരിച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അതിൽ നമുക്ക് നേരെ 1 hourലോട്ട് പോകാം. 1 hourൽ നിഫ്റ്റിയുടെ സിനാരിയോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഒന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ റേഞ്ചിനുള്ളിലോട്ട് തന്നെ നിഫ്റ്റി തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡേയിലെ സിനാരിയോ, 1 hourലെ സിനാരിയോ. ഓക്കെ, 1 hour സിനാരിയോ. സോ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റി ഡൗൺ ആണ്. നോക്കാം നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി ഫ്രെയിമിലോട്ട് വരാം, 50 minutesലോട്ട്, അല്ലെങ്കിൽ അതിന് താഴെ 5 minutesലോട്ട്. ഓക്കെ, 50 minutesലോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇവിടെ ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ റേഞ്ചിലായിരുന്നു നിഫ്റ്റി ഫുൾ ഡേ മൂവ് ചെയ്തത്. ഓക്കെ, ഫുൾ ഡേ മൂവ് ചെയ്തത് ഈ റേഞ്ചിലായിരുന്നു. സോ അതിന് റീസൺ നമ്മുടെ 24,400 റെസിസ്റ്റൻസ് ആയിരുന്നു, 24,300 സപ്പോർട്ടും ആയിരുന്നു. സോ ഇന്ന് നമ്മുടെ സെൻസെക്സ് എക്സ്പയറിയും കൂടെ ആയിരുന്നു. സോ അതും ഒരു റീസണാണ്. ഇന്നൊരു എക്സ്പയറി ഡേയും കൂടെ ആയിരുന്നു നമ്മുടെ ഒരു ഇൻഡെക്സിൻ്റെ. അതൊരു റീസൺ ആയിരുന്നു നിഫ്റ്റി ഈ റേഞ്ചിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെൻസസ് ഈ റേഞ്ചിൽ മൂവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിഫ്റ്റിയും അങ്ങനെ തന്നെ മൂവ് ചെയ്യും. കാരണം രണ്ടിലുള്ള കമ്പനികളും ഡാറ്റയും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, സോ ഈ ബോത്തിലെ രണ്ട് ഇൻഡെക്സിലെ വെയിറ്റേജ് കമ്പനികളും എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡെക്സും ഏകദേശം ഒരു രീതിയിലായിരുന്നു ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഇന്ന് ഈ റേഞ്ചിൽ ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫസ്റ്റ് ഡേയുടെ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും അത് ഫെയിലായിട്ട് തിരിച്ചതിൻ്റെ ഉള്ളിൽ തന്നെ വന്നു. സോ ഫസ്റ്റ് ഡേ ക്യാൻഡിൽ, അതായത് ഫസ്റ്റ് 50 minutes ക്യാൻഡിൽ ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് ഏകദേശം ഫുൾ ടൈം മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നാളെ നമുക്കൊരു ട്രേഡ് വരണമെങ്കിൽ ഒന്നെങ്കിലും നിഫ്റ്റി നേരെ പോയിട്ട് നമ്മുടെ 24,482 മുകളിൽ ഒരു ക്ലോസ് കാരണം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് വന്നാൽ നമുക്ക് നാളെ മുകളിലോട്ട് ഒരു ട്രേഡ് എടുക്കാം. നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 25,599 അല്ലെങ്കിൽ 24,600 പ്രീവിയസ് മന്ത് ഹൈ ആണത്. പ്രീവിയസ് മന്ത് ഹൈ ലാസ്റ്റ്, അതായത് മെയിലെ ഹൈ ആണിത്. ഏപ്രിലെ ഹൈ നമുക്ക് റെസിസ്റ്റൻസോടെ ആക്ട് ചെയ്യും. അതെല്ലാം മാർക്കറ്റ് താഴോട്ട് വരുന്നെങ്കിൽ രണ്ട് സ്ഥലത്തുനിന്നും മാർക്കറ്റ് റിയാക്ട് ചെയ്യാം. ഇവിടെ ഒരു FEG ഉണ്ട്, ഇതൊരു 1 hour FEG ആണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതല്ലെങ്കിൽ ഈ FEG മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് താഴെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള FEG ഈ IDMൻ്റെ മുകളിലുള്ള FEG ആണ്. ഓക്കെ, ഈ IDMൻ്റെ മുകളിലുള്ള FEG ആണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ ഈ രണ്ട് FEGയിൽ ഏതെങ്കിലും ഒരു FEG മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് കൊടുക്കാം. സോ ഇതൊരു റേഞ്ചാണ്. ആൻഡ് 24,200 ഇതും ഒരു റേഞ്ചാണ്. സോ ഒന്നുകിൽ ഈ FEGയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതല്ല ഈ FEG ഫെയിൽ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നേരെ ഈ FEG വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ താഴെ നമ്മുടെ ലാസ്റ്റ് IDM ആണുള്ളത്. സോ ഈ റേഞ്ച് ഇതൊക്കെ നമ്മുടെ ബൈയിങ് റേഞ്ചാണ്. 24,200 ആൻഡ് 24,063 ഈ റേഞ്ചൊക്കെ നമ്മുടെ ബൈയിങ് റേഞ്ചാണ്. സോ അത് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതല്ലെങ്കിൽ നേരെ നോർമൽ ബ്രേക്ക് ഔട്ട് ട്രേഡ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. ഓക്കെ, അതല്ല അതിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഈ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് ഈ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടം വരെ ഒരു ഷോർട്ട് ട്രേഡൊക്കെ നിങ്ങൾക്ക് നോക്കാം. അത് അപ് ടു യുവർ സ്കിൽ, നിങ്ങളുടെ ഒരു സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് ട്രേഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ FEG ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ ഈ FEG ടാർഗറ്റായിട്ട് നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ഞാൻ മാർക്കറ്റ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷ് ആയതുകൊണ്ട് ഞാനൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നോക്കാം. മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ഞാൻ ട്രേഡ് ചെയ്തില്ല. മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ കൂടുതൽ നോക്കുക. സോ സാധാരണ ഇപ്പം ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും താഴെ വന്നെങ്കിലും ഞാൻ എടുക്കാറുള്ളത് ഈ മൂവ്മെൻറ്റാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നെങ്കിലും ഞാൻ എടുത്തിട്ടുള്ളത് ഈ മൂവ്മെൻറ്റാണ്. ഈ ലാസ്റ്റ് IDM എന്നുള്ള ഈ മൂവ്മെൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഐ ഒബ്വിയസ്ലി വെയിറ്റിംഗ് ഫോർ എ ബൈ ട്രേഡ്. ഓക്കെ, സോ അത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതൊരു ജോയിൻ ചെയ്തില്ലെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ഓക്കെ, സോ നാളെ വീണ്ടും കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.